എവരിവൺ, മാജിക് ഹാൻഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം നടക്കുവാണല്ലേ. ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുന്നു. അപ്പം എല്ലാവരും പഠിച്ചിട്ടൊക്കെ ഉണ്ടാകും. എന്നാലും നാളെ എക്സാമിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കാര്യം നമ്മൾ മറന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആദ്യമേ തന്നെ പറയാം, നിങ്ങൾ കുറേ മോഡൽ എക്സാം ഒക്കെ എഴുതിയത് കൊണ്ട് അറിയായിരിക്കും. ആദ്യത്തെ ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് പാരഗ്രാഫും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടായിരിക്കും. 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണിക്കുന്നത്. ഇത് നോക്കിയേ, ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. 6 മുതൽ 9 ആണെങ്കിലോ മദർ ടു സൺ എന്ന് പറയുന്ന പോയവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ എന്ന പാഠഭാഗത്തിന്റെ അപ്രീസിയേഷൻ എഴുതുക എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി സെയിം 2023 ക്വസ്റ്റ്യൻ നോക്കിയേ, വാങ്ക എന്ന പാഠഭാഗത്തിലെ ഷോർട്ട് സ്റ്റോറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അന്ന് ആദ്യം 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി 6 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യനിൽ ലയൺസ് റിട്ടൺ ഇൻ ദ ഇയർലി സ്പ്രിംഗ് ഒരു പോയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ദ എഗെയിൻ എന്തോന്നാണ് ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ എന്നുള്ള പാഠഭാഗത്തിന്റെ അപ്രീസിയേഷൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ എന്ന പാഠഭാഗത്തിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പോയം വായിക്കുക, എല്ലാ വരികളുടെയും മീനിങ് മനസ്സിലാവുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നോക്കുക കേട്ടോ. ഇനി ഒരു കാര്യം പറയാം, നമ്മുടെ ആദ്യത്തെ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ നിന്നുള്ള പാരഗ്രാഫിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ പാഠഭാഗത്തിൻ്റെയും തീം എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കഴിയണം കേട്ടോ. അതേപോലെ പോയംസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വീണ്ടും ഇംഗ്ലീഷ് പാരഗ്രാഫുകൾ സ്റ്റോറിയിൽ നിന്നൊക്കെ വരുന്നതാണെങ്കിൽ ആ കഥ ഓർമ്മയുണ്ടെങ്കിൽ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. എന്നാൽ പോയത്തിന്റെ കാര്യം അങ്ങനെയല്ല. പോയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ വരികൾ എന്താണ് കോൺസെപ്റ്റ് എന്ന് അറിയാമെങ്കിലും സിംഗിൾ വരികളുടെ മീനിങ് മനസ്സിലാക്കാൻ പാടാണ്. അതുകൊണ്ട് എല്ലാ പോയം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ ഒരു അപ്രീസിയേഷൻ ചോദിച്ചിട്ടില്ലേ, അതിന്റെ പോയറ്റിന്റെ നെയിം തന്നിട്ടില്ല. അപ്പം എന്ത് ചെയ്യുക, നമ്മുടെ പാഠഭാഗത്തിലുള്ള എല്ലാ പോയമുകളുടെയും പോയറ്റുകൾ ആരാണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. കാരണം അപ്രീസിയേഷൻ എഴുതണമെങ്കിൽ പോയറ്റിന്റെ പേര് വേണം. അപ്രീസിയേഷൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി എങ്ങനെയാ അപ്രീസിയേഷൻ എഴുതണേ നോക്കാം. അപ്രീസിയേഷനിൽ മാർക്ക് കിട്ടാൻ ഏറ്റവും ബെറ്റർ വഴി എന്ന് പറയുന്നത് 3 പാരഗ്രാഫ് മെത്തേഡ് യൂസ് ചെയ്യാം. അതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പോയറ്റിന്റെ നെയിമും പിന്നെ ഒരു പോയറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പോയറ്റിനെ കുറിച്ചിട്ടോ 1-2 സെന്റൻസ് എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഒരു ബിഗ് പാരഗ്രാഫ്. നമ്മുടെ അപ്രീസിയേഷനിലെ മെയിൻ പാരഗ്രാഫ് അല്ലെങ്കിൽ വലിയ പാരഗ്രാഫ് എന്ന് പറയാൻ പറ്റുന്നത് ഈ സെക്കൻഡ് പാരഗ്രാഫാണ്. ഇതിൽ മെയിനായിട്ട് എന്താണ് ഉൾപ്പെടുത്തേണ്ടത്, ആ പോയം എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത് അത് വിശദീകരിച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതുക. ഇനി അറിയാൻ പാടില്ലാത്ത ഒരു കവിതയാണ് തന്നിട്ടുള്ളതെങ്കിൽ ആ വരികൾ എന്ത് ചെയ്യുക, ആ വരികൾ വായിച്ചു നോക്കുക. മീനിങ് മനസ്സിലാവണമെങ്കിൽ അതിനെ കുറിച്ചിട്ട് എഴുതുക. ഇല്ലെങ്കിൽ ആ വരികൾ എന്ത് ചെയ്യുക, ചേർത്തൊരു പാരഗ്രാഫ് പോലെ എന്ത് ചെയ്യുക, എഴുതാനെങ്കിലും എന്ത് ചെയ്യുക, ഒട്ടും അറിയാത്ത കുട്ടികൾ ശ്രമിക്കുക. തേർഡ് പാരഗ്രാഫിൽ പോയറ്റിക് ഡിവൈസ്. ഈ ഒരു പാരഗ്രാഫ് വേണമെങ്കിൽ നമുക്ക് കാണാതെ പഠിച്ചിട്ട് വേണമെങ്കിലും എഴുതാൻ കഴിയും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യവും ചോദിച്ചത് കൊണ്ട് തന്നെ ഈ വർഷവും ഏതെങ്കിലും അപ്രീസിയേഷൻ ആയിട്ട് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും മെത്തേഡിലൂടെ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ എന്ന ക്വസ്റ്റ്യൻ വരാം എന്ന് ചാൻസ് ഉള്ളത് കൊണ്ട് അതിന്റെ അപ്രീസിയേഷൻ തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കിയത് പോയം ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ഈസ് റിട്ടൺ ബൈ ദ ഐറിഷ് പോയറ്റ് വില്യം ബട്ട്ലർ ഈസ് എ ടിപ്പിക്കൽ ബാലഡ്. അപ്പം എന്ത് ചെയ്യാം, ആദ്യത്തെ പാരഗ്രാഫിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, പോയത്തിന്റെ പേരുണ്ട്, ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ഉണ്ട്, എഴുതിയ ആളുടെ പേരുണ്ട്, വില്യം ബട്ട്ലർ ഈസ്റ്റ് ആണെന്നുണ്ട്. അതേപോലെ തന്നെ ആ പോയത്തെ കുറിച്ചിട്ട് ഒരൊറ്റ സെന്റൻസ് ടിപ്പിക്കൽ ബാലഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി വേറെ പോയമാണ് തരണമെങ്കിൽ നമുക്ക് എന്ത്, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ദ പോയറ്റിന്റെ പേരും കൂടെ എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ സെന്റൻസ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇനി ഈ പോയത്തിന്റെ തീം എന്താണെന്ന് നോക്കാം. ദ പോയം നറേറ്റ് ദ ട്രാജിക് സ്റ്റോറി ഓഫ് ദ പ്രീസ്റ്റ് പീറ്റർ ഗിലിഗൻ. ദ poem deals with the pity and the piety of the old priest, the depth and miseries of his parishioners, and the limited love and mercy of God. The priest is very tired and upset because half of his parishioners is either dead or in sick bed due to an epidemic. One evening he was tired and sleepy. The time he was called for attending the last moment of a dying man, he expressed his griefs in a companion voices that he had no rest, nor joy, no peace.
അപ്പോൾ എന്ത് ചെയ്യുക, ഈ പോയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും അല്ലേ, എന്നാലും ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഇതിൽ എന്ത് ചെയ്യുന്ന ഫാദർ ഗില്ലിഗനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം എന്തോന്നാണ്, ഒരു പ്രീസ്റ്റ് ആണല്ലേ. അദ്ദേഹം ഭയങ്കര ടയേർഡും അപ്സെറ്റും ആണ്. കാരണം എന്തോന്നാണ്, അവരുടെ ഇടവകയിലുള്ള മിക്ക ആളുകൾക്കും എന്തെങ്കിലും അസുഖം ബാധിച്ച് കിടപ്പിലാവുകയോ മരിക്കുകയോ ചെയ്യുക. അപ്പം ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്യുക, ഫുൾ ടൈം ഇതിൻ്റെ ബേക്കിൽ നിന്ന് ഓടുക എന്നൊക്കെ ചെയ്ത് അദ്ദേഹം ഭയങ്കര ടയേർഡായി. അപ്പോൾ ഒരു ദിവസം ഈവൻ ഹി വാസ് ടയേർഡ്, ഒരു ദിവസം ഭയങ്കര ടയേർഡും ആയിരുന്നു, ഭയങ്കര സ്ലീപ്പിയും ആയിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റായിട്ട് അന്നിനി ഒരാളെ കൂടെ എന്ത് ചെയ്യണം, സന്ദർശിക്കാനുണ്ട്. ഒരു മരിക്കാൻ കിടക്കുന്ന ആളെ കൂടെ എന്ത് ചെയ്യണം, സന്ദർശിക്കണം. അപ്പോൾ എന്ത് ചെയ്യുവാണ്, അറിയാതെ അദ്ദേഹം പറഞ്ഞു പോവുകയാണ് എന്തെന്നും, ഐ ഹാവ് നോ റെസ്റ്റ്, എനിക്ക് റെസ്റ്റ് ഇല്ല, എനിക്ക് എന്തില്ല, നോ ജോയ്, എനിക്ക് സന്തോഷം ഒന്നുമില്ല, ഐ ഹാവ് നോ പീസ്, എനിക്കൊരു സമാധാനവും ഇല്ല എന്ന് പറയുവാണ്. പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, realized his mistake and prayed to God for forgiveness. While praying, he fell asleep, so he could not attending the last moment of the dying man. When he realized the failure in duty, he reached the homes as soon as possible. By riding his horses from sick man's wise words, he could understand that God had sent an angel to his duty in his absence. Okay, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമോ, അറിയാതെ അങ്ങ് ഇത് പറഞ്ഞു പോയി. അതായത് ഒരു പ്രീസ്റ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അല്ലേ എന്ത് ചെയ്യുക, ഈ വയസ്സായ ആളുകളെ പോയി സന്ദർശിക്കുക എന്നുള്ളത്. അത് ഒരു ഭാരമായി എന്ന രീതിയിൽ പറഞ്ഞു പോയി എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ദൈവത്തിനോട് മാപ്പ് അപേക്ഷിക്കുക ചെയ്തത്. ഈ ഫോർഗീവ്നെസ് തേടുന്ന സമയത്ത് അദ്ദേഹം അറിയാതെ എന്ത് ചെയ്യും, ഉറങ്ങിപ്പോയി. പക്ഷേ പെട്ടെന്ന് എണീറ്റതും ആ സിക്ക് മാനെ പോയി കണ്ടില്ലല്ലോ എന്നൊരു ഇതിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഹോഴ്സ് എടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുക. പക്ഷെ അവിടുത്തെ ഭാര്യയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, നേരത്തെ ഗോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനെ പോലെ ഒരാളെ എന്ത് ചെയ്തു, ഒരു ഏഞ്ചലിനെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് ആ പോയം പോകുന്നത് കേട്ടോ. ഇതൊരു ബാലഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി പറയുന്ന നല്ല ട്യൂണോട് കൂടിയ പോയത്തിനെയാണ് ബാലഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റത്തെ പാരഗ്രാഫ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാരഗ്രാഫ് കാണാതെ പഠിച്ച് എഴുതാൻ പറ്റുന്ന ഈ സ്കിൽഫുള്ളി യൂസ് ദ പോയറ്റ് ഡിവൈസസ് സച്ച് ആസ് റെപ്പറ്റീഷൻ ആൻഡ് ആലിട്രേഷൻസ്. നമ്മൾ പോയറ്റിക് ഡിവൈസ് എടുക്കുമ്പോൾ മെയിനായിട്ട് പറയുന്നതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന വരികളുണ്ടോ. അപ്പോൾ നമ്മൾ റെപ്പറ്റീഷൻസ്, ആലിട്രേഷൻസ് പോലെ എന്ത് ചെയ്യുക, ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, സൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ടോ റെപ്പറ്റീഷനായിട്ട്, ഇതൊക്കെ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. അതേപോലെ റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം ഒക്കെ ഈ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താം. ഇനി ഈ പാരഗ്രാഫ് കൂടുതൽ ഭംഗിയാക്കുന്നതിന് അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്നതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നോക്കിക്കോ, റെപ്പറ്റീഷൻ ഓഫ് ദ വേർഡ് ഡൈ ഗീവ്സ് തീമാറ്റിക് ഡെപ്ത്. അതായത് നമ്മുടെ ഈ തന്നിട്ടുള്ള പോയത്തിൽ അല്ലെങ്കിൽ നമുക്ക് തരുന്ന പോയത്തിൽ ഏതെങ്കിലും ഒരു വരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്കിത് എഴുതാം. എന്തെന്ന് എഴുതാം, റെപ്പറ്റീഷൻ ഓഫ് ദ വേർഡ്, ഏത് വേർഡാണോ, ഇവിടെ ഡൈ എന്നുള്ള വേർഡാ വീണ്ടും റിപ്പീറ്റ് ഡൈ. ഓക്കെ, എന്ത് ചെയ്യുന്നു, ഗീവ്സ് തീമാറ്റിക് ഡെപ്ത്. ആ ഒരു വേർഡ് അതിനെന്തോ ഭയങ്കരമായിട്ടൊരു അർത്ഥം നൽകുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഫോളോയിങ് ലൈൻസ് ദാറ്റ് ഐ ലൈക്ക് മോസ്റ്റ്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അപ്രീസിയേഷൻ കുറച്ചൊന്നും ആയിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വരികൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ 2 വരികൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. Who is wrapped in a purple robes with the planet in his car. These lines give a positive end to the poem. അതായത് ഈ വരികൾ എന്ത് ചെയ്യുവാണ്, നമുക്കൊരു പോസിറ്റീവ് എൻഡ്. ഇതിപ്പോൾ ലാസ്റ്റത്തെ വരി ആയതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവ് എൻഡ് നില. നിങ്ങൾ എടുക്കുന്ന വരികൾക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് ഇമോഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ ഒരു നല്ലൊരു ഭംഗിയുള്ള, നല്ല വൃത്തിയുള്ള, എന്നാൽ നല്ല ഒരു ലോങ് ആയിട്ടുള്ള, ലെങ്തി ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കിയ 7 മാർക്കിൻ്റെ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു റിവ്യൂ നറേറ്റീവ് അല്ലെങ്കിൽ 2023 ചോദിച്ചിട്ടുള്ളത് റൈറ്റപ്പും നറേറ്റീവും ആണ്. അതായത് നറേറ്റീവ്, റിവ്യൂ, റൈറ്റപ്പ് ഇതിനൊക്കെ ഭയങ്കര മാർക്ക്, നമ്മുടെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നറേറ്റീവ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, റിവ്യൂ റൈറ്റപ്പും എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ റിവ്യൂ റൈറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോറിയെ കുറിച്ചിട്ട് നമ്മളതിന് ചുരുക്കി ഒരു കുഞ്ഞു സ്റ്റോറി ആയിട്ട് പറയാം. അവിടെ നമുക്ക് അറിയാത്ത ഏതെങ്കിലും സെൻറ്റൻസോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ നമുക്ക് എന്ത് ചെയ്യാം, കളയാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. നമുക്ക് ആ സ്റ്റോറി ഫുള്ളായിട്ട് പറയണമെന്നേ ഉള്ളൂ, അത് എല്ലാ സെൻറ്റൻസും എഴുതണം എന്നുള്ള കാര്യമില്ല. എന്നാൽ ഒരു നറേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് ആ ക്യാരക്ടർ എന്ന് വിചാരിച്ച് ആ സിറ്റുവേഷൻ എന്താണോ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നെവർ
ലാവൻഡർ നെസ്റ്റ് എന്ന് പറയുന്ന പാഠത്തിന്റെ റിവ്യൂ ആണ് ഞാൻ ഈ തന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും അറിയായിരിക്കും ആൻ ജാനിനെ കുറിച്ചിട്ട് എന്താ ഒരു കപ്പിൾസിന്റെ വീട് വിസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പൊ അതിന്റെ റിവ്യൂ എങ്ങനെയായിരുന്നേ നോക്കാം. The play tells us about a couple who is being visited by their Aunt Jan. അപ്പൊ എന്ത് ചെയ്യാണ് ഈ പ്ലേ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഒരു കപ്പിൾസിന്റെ വീട്ടിൽ ആൻജാൻ എന്ത് ചെയ്യുന്നു, വിസിറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ പ്ലേ പറയുന്നത്. ആൻജാൻ ഈസ് സർപ്രൈസ്ഡ് ടു സീ ദാറ്റ് ദേ ആർ ലിവിങ് ഇൻ എക്സ്ട്രീംലി ലക്ഷറിയസ് ലൈഫ്. അപ്പൊ ആൻജാന്റെ ഭയങ്കര ഒരു സർപ്രൈസ് ആവുക, ഇവർ ഇത്രയും വലിയ ലക്ഷറിയസ് ആയിട്ടാണല്ലോ ഈ കപ്പിൾസ് ജീവിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട്. ഷീ ഷോക്ക്ഡ് ടു ലേൺ ദാറ്റ് ഈവൻ ദ ഹൗസ് ദേ ലീവ് ഈസ് നോട്ട് റെന്റഡ് ബട്ട് ഓൺഡ് ബൈ ദം. അപ്പൊ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുക. എന്തറിഞ്ഞിട്ട് അവരാ താമസിക്കുന്ന ആ ലക്ഷറിയസ് ഹോം പോലും ആരുടേതാണ്? ഈ കപ്പിൾസിൻ്റെതാണ്. അതായത് ഇവര് റെന്റിന് പോലും അല്ല, വാടകയ്ക്ക് പോലും അല്ല താമസിക്കുന്നത്, ഓൺ ചെയ്യുന്നത് തന്നെ ഈ കപ്പിൾസ് ആണെന്ന് അറിഞ്ഞപ്പോൾ later she learned that nothing they own is wholly theirs. They only own parts of every luxurious items they have in their household. പിന്നീടാണ് അവരെന്ത് ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് ഈ സാധനങ്ങളൊന്നും യഥാർത്ഥത്തിൽ ആരുടേതല്ല, എവരുടേതല്ല. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്സുകൾ മാത്രമാണ് ഇവർ ഓൺ ചെയ്യുന്നത്. അതിൽ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഒരു ചെയറിന്റെ ഒരു കാല് മാത്രമാണ് ഇപ്പോൾ നമുക്ക് സ്വന്തം, ഇത് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് അടച്ചു കഴിഞ്ഞാൽ ആ ചെയർ പോലും സ്വന്തമാവുകയുള്ളൂ എന്ന രീതിയിലൊക്കെ കേട്ടോ. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞതിന് അത്രയും വലുതാക്കണ്ട എന്ന രീതിയിൽ ഇത് എന്ത് ചെയ്യുക, ആവശ്യമുള്ളത് മാത്രം പറയുന്നത് കേട്ടോ. അടുത്ത്, ദേ ആർ പ്ലേയിങ് ഫോർ ദീസ് ഐറ്റംസ് ത്രൂ ഇൻസ്റ്റാൾമെന്റ് ഓഫ് 7 pounds വെൻ ദേ ഏർണിംഗ് ഈ 6 pounds ഓൺലി. അതായത് അവർക്ക് ആകെ കിട്ടുന്നത് 6 പൗണ്ടാണ്, അതിൽ അവർ 7 പൗണ്ടോളം എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നുണ്ട്. ഷീ ഈസ് ഈവൻ മോർ അസ്റ്റോണിഷ്ഡ് ടു ലേൺ ദാറ്റ് ദേ ആർ ടേക്കിംഗ് എ ലോൺസ് ആൻഡ് ആർ പ്ലാനിങ് ടു പേ ദെയർ ലോൺസ് ഓഫ് ത്രൂ ഇൻസ്റ്റാൾമെന്റ് as well. അതായത് ഒരു ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ ലോൺ എടുക്കുന്നു എന്നതൊക്കെ കേട്ടപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു, അതിശയിച്ച് പോവുകയാണ്. വെൻ ഷി ഗീവ്സ് us them a 10 pound നോട്ട്. അത് നമ്മൾ ലാസ്റ്റ് ഒരു രംഗത്ത് കാണുന്നത്. ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു 10 പൗണ്ടിന്റെ നോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആൻജാൻ കൊടുക്കുന്നുണ്ട്. ജിൽ സെൻഡ് ഇറ്റ് ടു ദ ഡോക്ടർ ബിക്കോസ് ഇൻ ദ എൻഡ് ഇറ്റ് ഈസ് സീം ദാറ്റ് ദ ബേബി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ദെയർ ഐദർ. ദേ ഹാവ് ടു പേ 1 more ഇൻസ്റ്റാൾമെന്റ് ടു ഓൺ ഇറ്റ് കംപ്ലീറ്റ്ലി. അതായത് ആ പൈസ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു സാധനം അവർ ഓൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആ 10 പൗണ്ട് കൊടുക്കുന്നെങ്കിലും അത് ആർക്ക് അയച്ചു കൊടുക്കുവാണ്, ഡോക്ടറിന്. കാരണം കുട്ടി പോലും എന്ത് ചെയ്തിട്ടില്ല, അവരെ സ്വന്തമായിട്ടില്ല. ഈ 10 പൗണ്ടിന് ശേഷവും ഇനി ഒരു ഇൻസ്റ്റാൾമെന്റ് കൂടെ അടച്ചാൽ മാത്രമേ കുട്ടി പോലും ആർക്ക് സ്വന്തമാവുകയുള്ളൂ, ഇവർക്ക് സ്വന്തമാവുള്ളൂ എന്നറിയുന്നത്. The play shows us how people are attached with the luxury by using loans and installment. അതായത് എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് താമസിക്കണം, ഇൻസ്റ്റാൾമെന്റ് ഒക്കെ എടുത്തിട്ട് അതിന് കളിയാക്കിക്കൊണ്ടുള്ള ഒരു പ്ലേ ആണ് ഇത്. ഇറ്റ് ഈസ് ഓൾസോ വെരി കോമിക്കൽ to learn that the payment of the baby's birth is also being done using അതായത് ഇൻസ്റ്റാൾമെന്റ്സ്. അതായത് ഇതിൽ ഭയങ്കര ഒരു കോമഡി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആ കുട്ടി പോലും എന്ത് ചെയ്യുന്നില്ല, അവരുടേതല്ല എന്ന കാര്യം എന്ത് ചെയ്യുന്നത് പറയുന്ന ആ രംഗമൊക്കെ. ഓക്കെ, ഇനി നറേറ്റീവ് എന്താണെന്നുള്ള കാര്യം നോക്കാം. നറേറ്റീവ് നമ്മൾ നേരത്തെ എഴുതിയത് റിവ്യൂ ആയിരുന്നു. റിവ്യൂവിൽ എന്തെന്നാ, നമ്മൾ ആ കഥാപാത്രങ്ങൾ, അതായത് നമ്മളൊരു സിനിമ കണ്ടിട്ട് വന്ന് പറയില്ലേ, മമ്മൂട്ടി ഉണ്ടായിരുന്നു, മോഹൻലാൽ, അതേപോലെ ആ കഥാപാത്രങ്ങൾ എടുത്തു പറയുന്ന രീതിയാണ് റിവ്യൂവിലുള്ളത്. എന്നാൽ നറേറ്റീവിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളാണ് ആ കഥാപാത്രം എന്ന് വിചാരിക്കാതെ നമ്മളാണ് മമ്മൂട്ടി, നമ്മൾ ആ സീനിനെ കുറിച്ച് അങ്ങ് പറയും. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇടിച്ചു തിട്ടു എന്നൊക്കെ പറയില്ലേ, അതേ രീതിയിൽ പറയുന്നതാണ് നറേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, I sat perched on the platform halfway up the old banyan tree. അപ്പം ഞാൻ ഓൾഡ് ബനിയൻ ട്രീയുടെ അടുത്തൊരു പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുമായിരുന്നു, ഇരിക്കുമായിരുന്നു. ദ വാം എംബ്രേസ് ഓഫ് ദ ഏപ്രിൽ ആഫ്റ്റർനൂൺ എൻവലപ്പിംഗ് മീ. അതായത് ആ ചൂട് കാറ്റൊക്കെ എന്നെ എന്ത് ചെയ്യുവാണ്, ഏപ്രിൽ മാസമല്ലേ ഇങ്ങനെ എനിക്ക് അടിക്കുവാണ്. ഓക്കെ, ഐ വാസ് സഡൻലി ജോൾട്ടഡ് ടു അറ്റൻഡഡ് ബൈ ദ മൂവ്മെന്റ് ബിലോ. പെട്ടെന്ന് ഞാൻ എന്തോ ഒരു മൂവ്മെന്റ് കണ്ട് അങ്ങോട്ട് എന്ത് ചെയ്തു, ശ്രദ്ധിച്ചു. ഐ വാച്ച് ദ സ്ലീക്ക് ബ്ലാക്ക് കോബ്ര എമർജ്ഡ് ഫ്രം ദ ക്ലസ്റ്റർ ഓഫ് ദ കാക്ടി ആൻഡ് ഷുവർ എനഫ് as if on cue a mongoose darted out from the shadows drawn to the scenes unfolding before it. അതായത് പെട്ടെന്ന് അനക്കത്തിൽ നിന്ന് എന്താ വന്നത്, ഒരു കോബ്രയാണ് വന്നത്. അപ്പം തന്നെ എനിക്ക് അറിയാമായിരുന്നു എന്ത് ചെയ്താൽ അതിന്റെ ബാക്കിൽ നിന്ന് ആരുണ്ടായിരിക്കും, മംഗൂസും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അതും വന്നു. ആസ് ദ ടു adversaries locked eyes, അവർ തമ്മിൽ പരസ്പരം കണ്ടു എന്ന് പറയാ. ലോക്ക് ദെയർ ഐസസ് ദ കോബ്ര വിത്ത് ഇറ്റ്സ് മെനാൻസിങ് ഹൂഡ്സസ് ഫ്ലവർഡ് വിത്ത് ലെതർ വെനംസസ് അറ്റ് റെഡി. അതായത് ആ വിഷം തുപ്പാൻ വേണ്ടി റെഡി ആയിട്ട് ആര് നിൽക്കുവാണ്, ആ മംഗൂസിന്റെ നേർക്ക് വിഷം തുപ്പാൻ റെഡി ആയിട്ട് ആ കോബ്ര നിൽക്കുവാണ്. seized up its opponent. Meanwhile, the mongooses, agile and cunning, bristled with the anticipation, its hair standing on the end like a warrior ready for battles. അതായത് നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സാധനത്തിനെ കാണുമ്പോൾ അതിനെ പിടിക്കാനൊക്കെ ഇങ്ങനെ മുടിയൊക്കെ പൊങ്ങിയിട്ട് നിൽക്കില്ലേ, വേറെ പൂച്ചയായിട്ട് അടിയൊക്കെ വെച്ചിട്ട് നിൽക്കുമ്പോൾ
അതേപോലെ ഈ മംഗൂസ് എന്ത് ചെയ്യുവാണ്, അതിന്റെ ഹെയർ ഒക്കെ ഇങ്ങനെ പൊങ്ങി, അതായത് ബാറ്റിൽ എങ്ങനെയെങ്കിലും ഇത് എന്ത് ചെയ്യണം, ബാറ്റിൽ ആ സ്നേക്കിനെ തോപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി നിൽക്കുവാണ്. ഓക്കെ, അത് സഡൻ ഹീസ് പെട്ടെന്നൊരു കൊത്തോടു കൂടി എന്ത് ചെയ്യാം, കോബ്ര ലോഞ്ച് ഫോർവേഡ്, ഫ്രണ്ടിലോട്ട് വരുവാണ് കോബ്ര. ഇസ് ടാങ്സസ് ഡാർട്ട് ഇൻ ആൻഡ് ഔട്ട് ആസ് ഇറ്റ്സ് പ്രിപ്പയർഡ് ടു സ്ട്രൈക്ക്. അതായത് നമുക്കറിയാം സ്നേക്സ് ഇങ്ങനെ നാക്ക് പുറത്തേക്കും അകത്തേക്കും എടുക്കില്ലേ, ആ ഒരു രംഗത്തെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുവാണ്. ഓക്കെ, ഇൻ റെസ്പോൺസ് ദ മംഗൂസ് സ്റ്റുഡ് ഇറ്റ്സ് ഗ്രൗണ്ട്സസ് ഇറ്റ്സ് ഇൻസ്റ്റിങ്ക്ട് ഹോണ്ട് ഫോർ ദീസ് വെരി മൊമെന്റ്സ് വിത്ത് ദ ബാറ്റിൽ വോൺ. അതായത് എന്ത് ചെയ്തു, മംഗൂസ് എന്ത് ചെയ്തു, ഇതില് ബാറ്റിൽ ജയിച്ചു. ദ മംഗൂസസ് ഡ്രാഗ് ദ ഡിഫീറ്റഡ് കോബ്ര ഇൻ ടു ദ ബുഷസ്. എന്ത് ചെയ്തു, മംഗൂസ് എന്ത് ചെയ്തു, ആ കോബ്രയെ വലിച്ചെടുത്തുകൊണ്ട് വന്ന് ആ ബുഷസിന്റെ ഇടയിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് ആ കാക്ക വിളിക്കുന്ന രംഗമൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അത്രയും വലിച്ചു വാരിയൊക്കെ പഠിക്കേണ്ട, നിങ്ങൾക്ക് പഠിക്കാനും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാ നോട്ടും തയ്യാറാക്കി. അതായത് ഇംഗ്ലീഷ് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് പഠിക്കാനും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടാണ് കേട്ടോ. എല്ലാ പാഠഭാഗവും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പാഠഭാഗം നോക്കുക, പേര് നോക്കുക, സ്വന്തമായിട്ട് ഒരു കുറച്ചെങ്കിലും ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നു എന്ന് ഉറപ്പാക്കുക കേട്ടോ. നമ്മുടെ 10th എക്സാം ഇല്ലേ, ഇനിയൊരു എക്സാം ഇല്ലല്ലോ നമുക്ക് 10th. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നാളെ പോകാൻ വേണ്ടിയിട്ട്. ലീവിങ് മീ ഇൻ ദ ഓവ് ഓഫ് പവർ, raw power and unforgiving ബ്യൂട്ടി ഓഫ് ദ നാച്ചുറൽ വേൾഡ്. അതായത് എന്ത് ചെയ്യുവാണ്, ഞാനിത് നാച്ചുറൽ വേൾഡ് രസിച്ചിരിക്കുമ്പോൾ എന്നെ അവിടെ എന്ത് ചെയ്യാൻ, അത് അവിടെ ആക്കിയിട്ട് പോകുന്നത് പോലെ. അതായത് ഇതൊക്കെ എന്ത് ചെയ്യുക, സാധാരണ നമ്മുടെ നേച്ചറിൽ നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് പറയുന്ന രീതിയിലാണ് ഇതെന്ത് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ രംഗം എന്ത് ചെയ്യുവാണ്, നമ്മൾ കാണുന്നു, ഐ സോ എന്ന രീതിയിലാണ് നറേഷൻ ചെയ്യേണ്ടത്. ഒരുപാട് വേർഡ്സ് നമുക്ക് ആവശ്യമായിരിക്കും അതിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് പറയാൻ. ഒരു കുഞ്ഞു ഒരു സിറ്റുവേഷനെ വലുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ്ടി ആവശ്യമായിട്ട് എന്ത് ചെയ്യും, നറേഷനിൽ വരും. അതുകൊണ്ട് തന്നെ റിവ്യൂ ഓർ റൈറ്റപ്പ് ആയിരിക്കണം നിങ്ങളുടെ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നറേഷൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണല്ലേ ഇനി അങ്ങോട്ടുള്ളതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കാം. ഇത് 2024 തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഒരു നോട്ടീസ് ഉണ്ട്, ഡയറി ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, അതേപോലെ സ്പീച്ച് ഉണ്ട്, 6 ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടി ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, പ്രൊഫൈൽ റൈറ്റിംഗ് ഉണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് കൃത്യമായിട്ട്, നോട്ടീസിന് എന്ത് ഫോർമാറ്റിലാണ് എഴുതേണ്ടത്, അതേപോലെ ഡയറി എൻട്രി എന്ത് ഫോർമാറ്റിലാണ്, നമ്മൾ തുടക്കത്തിലുള്ള ആ സെന്റൻസ് ഒക്കെ ഉണ്ടല്ലോ ഡയറി എൻട്രിയുടെ, ഡേറ്റ് എവിടെ വെക്കണം, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കിയെന്ന് ഉറപ്പാക്കുക. പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ 20th ക്വസ്റ്റ്യൻ കണ്ടോ, പാരഗ്രാഫ് എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ പാഠത്തെക്കുറിച്ചിട്ടും കുറച്ചെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. അത് പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പോവാൻ കേട്ടോ. സ്പീച്ചിനെ കുറിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുടക്കം എങ്ങനെയാണ് എഴുതുന്നത് നോക്കുക. കണ്ടന്റ് അതിനുള്ളിൽ തന്നെ കാണും, അതുകൊണ്ട് നമുക്ക് സ്പീച്ചൊന്നും കാണാതെ പഠിക്കാൻ പറ്റില്ല. നമ്മൾ അതിനെക്കുറിച്ചിട്ട് എഴുതുക ചെയ്യുന്നത്. ആ സ്പീച്ചിൻ്റെയൊക്കെ ഫസ്റ്റ് തുടക്കം എങ്ങനെയാണ്, എൻഡിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് പോവുക. 6 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ വേണ്ടി ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും കാണാതെ പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. സിറ്റുവേഷൻ എന്താണ് തരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ എന്താണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കി നല്ല വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ച് ബൈ ഹാർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന നല്ല വേർഡ്സ് ആണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി ക്യാരക്ടർ സ്കെച്ച്, എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടും കൃത്യമായിട്ട് അറിയണം. കഥാപാത്രങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള കണ്ണിങ് അതേപോലുള്ള വേർഡ്സുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചു വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ക്യാരക്ടർ സ്കെച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ പറയില്ലേ, ഹീസ് എ സ്മാർട്ട് ബോയ് എന്ന് പറയുമ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് എഴുതി പോകുന്നതായിരിക്കും നല്ലതായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് ലോങ് ആയിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടി കഴിയും. അതേപോലെ പ്രൊഫൈൽ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഒന്നാണ് നമ്മുടെ പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം കേട്ടോ. ഇനി നോട്ടീസിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ആദ്യം എന്ത് ചെയ്യണം, എന്താണ് അവർ പറയുന്നത് അത് വലിയ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ബുക്ക് ഫെസ്റ്റ് ആണെങ്കിൽ ബുക്ക് ഫെസ്റ്റ് വലുതായിട്ട് കൊടുക്കുക. അതാണ് നമ്മൾ നോട്ടീസിന്റെ തൊട്ട് താഴെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബുക്ക് ഫെസ്റ്റ് ആൻഡ് എക്സിബിഷൻ ഓഫ് ദ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എന്ത് ചെയ്തു, മുകളിൽ വലുതായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ താഴെ എന്ത് ചെയ്യുവാണ്, ദ ലിറ്റററി ക്ലബ്ബാണ്, എന്തെങ്കിലും ഒരു ക്ലബിന്റെ കാര്യം ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഓഫ് XSX സ്കൂളിന്റെ പേര് ഒരിക്കലും മെൻഷൻ ചെയ്യരുത്, എക്സ് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ പേരോ സ്കൂളിന്റെ പേരോ അങ്ങനെ ഒന്നും തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്യാൻ പാടില്ല. ഒരു ബോക്സിനുള്ളിലായിട്ട് നെയിം എന്ന് എഴുതിയിരുന്ന അതിന് തന്നെ മാർക്ക് വീഴുന്നതാണ് കേട്ടോ. ഇറ്റ്സ് റിലേറ്റഡ് ദ അനൗൺസിംഗ് ദ സെലിബ്രേഷൻ ഓഫ് ദ ബഷീർ ഡേ ഓൺ ദ July 5th. ഈ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനിൽ നിന്ന് ലഭിക്കുന്നതാണ് കേട്ടോ. ഇൻ ഹോണർ ഓഫ് ദ റിനൗഡ് ഇന്ത്യൻ ഓതേഴ്സ് വൈക്കം മുഹമ്മദ് ബഷീർ, ദ ഹോണർ ദീസ് ഒക്കേഷൻസ് വി ആർ ഓർഗനൈസിംഗ് എ ബുക്ക് ഫെസ്റ്റ് and exhibition dedicated to showcasing the literary genuines of Bashir.
ഇനിയുള്ളത് ഈ പേജിലുള്ള എല്ലാ കാര്യങ്ങളും നോട്ടീസിന് വേണ്ടിയിട്ട് കാണാതെ പഠിക്കുക കേട്ടോ. ടൈം എന്തോന്നാണ് 10 ആണ്. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. വി കോർഡിനലി ഇൻവൈറ്റിംഗ് സ്റ്റുഡൻസ്, പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ടു ജോയിൻ അസ് ഇൻ സെലിബ്രേറ്റിംഗ് ബഷീർസ് ഡേ. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. നോട്ടീസിന്റെ ധർമ്മം എന്താ? എല്ലാവരെയും ആ ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ ആ സെന്റൻസ് കൃത്യമായിട്ട് കാണാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഫോർ ഫാദർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് ബോക്സിൻ്റെ അകത്ത് ഇതേപോലെ എഴുതിയാൽ മതി. നമ്പർ ഒന്നും എഴുതാൻ വേണ്ടി പോകണ്ട കേട്ടോ. അഥവാ നമ്പർ എന്തായാലും എഴുതണമെങ്കിൽ ഒരു 12 നമ്പേഴ്സൊക്കെ ഉള്ളതൊക്കെ എഴുതുക. 10 നമ്പറിലൊന്നും നിർത്തരുത്. സൈൻഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അത് ഒപ്പം തൊട്ട് വെക്കേണ്ട. സൈൻഡ് എന്ന് ആ ബോക്സിനുള്ളിൽ തന്നെ എഴുതിയാൽ മതി. ഓക്കെ. നെയിം എന്ന് എഴുതിയിട്ട് നെയിം ഒരാളുടെ പേര്, എൻ്റെ പേരല്ലല്ലോ എന്ന് പറഞ്ഞ് വേറൊരാളുടെ പേരൊന്നും എഴുതാൻ നിൽക്കേണ്ട. നെയിം തന്നെ കറക്റ്റായിട്ട് ആ ബോക്സിൽ എഴുതുക. പ്രസിഡന്റ്, താഴെ ലിറ്റററി ക്ലബ്ബ്, എന്ത് ചെയ്യുക? സ്കൂളിൻ്റെ പേര് ഒരിക്കലും മെൻഷൻ ചെയ്യരുത്. XSX സ്കൂൾ. ഓക്കെ. അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. അടുത്ത് പ്രൊഫൈൽ റൈറ്റിംഗ് നമ്മുടെ ഫ്രീ മാർക്കാണ്, തെറ്റിക്കരുത്. ഫ്രീ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ. എന്ത് ചെയ്താൽ മതി? അത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ മതി. അതെങ്ങനെയാണ് ചെയ്യുക? ബർത്ത് എന്ന് എഴുതിക്കുന്നത് നമ്മൾ എന്തൊക്കെയാ? ബോൺ ഓൺ എന്നാക്കുക. ഓക്കെ. ബോൺ ഓൺ എന്നാക്കുക. ഒക്യുപ്പേഷൻ, കുറേ കാര്യങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് തന്നിട്ട് ആർ. ഓക്കെ എന്ന് എഴുതുക. സ്പോസ്, ഭാര്യ, ഒരാളല്ലേ കാണുള്ളൂ. ഹീസിന്റെ ആവശ്യമുള്ളൂ. വാസ് അല്ലെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അടുത്ത് നമ്മൾ മരിച്ച ആളൊക്കെ ആണെങ്കിൽ വാസ് എന്ന് ചേർത്താൽ മതി. ഓക്കെ. അടുത്ത നോട്ടബിൾ വർക്ക്സ്, അതായത് കുറേ വർക്കുകൾ ഉണ്ടെങ്കിൽ ആറ് ചേർക്കുക. നമുക്കറിയാം ഈസും ആറും എവിടെയാണ് ചേർക്കുന്നതെന്നുള്ളത്. അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളതിന് അത് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് എന്ന് എഴുതണ്ട. ഹി ഗോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതി പോകുന്നതായിരിക്കും നല്ലത്. ആണാണെങ്കിൽ ഹി ഗോട്ട്, പെണ്ണാണെങ്കിൽ ഷീ ഗോട്ട് എന്നുള്ള രീതിയിൽ എന്ത് എഴുതുക. പ്രത്യേകിച്ച് വർഷം, ഏതെങ്കിലും വർഷം തരുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഇന്നാണ് ഇടേണ്ടതെന്ന കാര്യം മറക്കരുത്. എങ്ങനെ ഓർക്കാം? ഇപ്പം 1901 തുടങ്ങുന്നത്, അത് നിങ്ങളങ്ങ് ഓർത്തുന്നത്. 1900 അതേപോലെയുള്ള വർഷം 1937 എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പൊ 1 എന്ന് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഇന്നെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഡെത്ത് നേടിയിരിക്കുന്നതിന് പാസ്റ്റ് അവേ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്. അത് മറന്നു പോകരുത്. 7th August 1941 കേട്ടോ. 41 കൊൽക്കത്ത. അപ്പൊ നമുക്കൊന്ന് നോക്കാം. രവീന്ദ്രനാഥ് ടാഗോർ ബോൺ ഓൺ 7th, കണ്ടോ, ബോൺ കഴിഞ്ഞിട്ട് ഓൺ ഇത് ചേർത്ത് 7th May 1861 ഇൻ കൊൽക്കത്ത. സ്ഥലത്തിന് ഫ്രണ്ട് ഇന്ന് ചേർത്തിട്ടുണ്ട്. ഓക്കെ. വാസ് എ പ്രൊലിഫിക് ഇന്ത്യൻ പോയറ്റ്സ്, നോവലിസ്റ്റ്, ഡ്രാമാറ്റിക്. അപ്പം നമ്മളിവിടെ വാസ് എ എന്നാ പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. എന്തോന്നായിരുന്നു അദ്ദേഹം? എന്തോന്നായിരുന്നു? ഇന്ത്യൻ പോയറ്റാണ്, നോവലിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അദ്ദേഹം എന്തൊക്കെ ആയിരുന്നു ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നമ്മൾ വർക്ക്സ് ഇൻക്ലൂഡ്, ഹിസ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻക്ലൂഡ് ഉപയോഗിച്ച് കൊണ്ടിട്ട് ആ കാര്യങ്ങൾ അത്രയും എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താൻ പറ്റാം. അതിൽ നമ്മൾ എല്ലാം കോമേറ്റ് ചെയ്തിട്ട് ലാസ്റ്റത്തിന് തൊട്ട് മുമ്പാണ് എന്ത് ചെയ്യാറുള്ളത്? ആൻഡ് ചേർക്കാറുള്ളത്. അത് മറക്കരുത്. ഹി ഗോട്ട് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ, കണ്ടോ, വർഷത്തിന് മുമ്പ് ഇൻ ചേർത്തിട്ടുണ്ട്. ഹി ഗോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. അത് മറക്കാതെ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ എന്ത് ചെയ്യാം? അവാർഡ്സ് ആർ എന്നൊന്നും പറഞ്ഞിട്ട് എഴുതണ്ട. ഹി ഗോട്ട് എന്നുള്ള രീതിയിൽ തന്നെ, കിട്ടി എന്നുള്ള രീതിയിൽ തന്നെ എഴുതുന്നതായിരിക്കും ബെറ്റർ. അടുത്ത രവീന്ദ്രനാഥ് ടാഗോർ പാസ്റ്റ് ഡേ, കണ്ടോ, പാസ്റ്റ് ഡേ എന്നുള്ള വാക്കാണ് നമ്മൾ ഡെത്തിന് പകരം യൂസ് ചെയ്തിട്ടുള്ളത്. ഓൺ, അത് ഡേറ്റ് ആയതുകൊണ്ടാണ് ഓൺ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇൻ കൊൽക്കത്ത. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നാളത്തെ എക്സാമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പേടിക്കൊന്നും വേണ്ട. നോക്കാം. ഇനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് ഗ്രാമറിന് നല്ല മാർക്കുള്ളതാണ്. ഗ്രാമർ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യുക? ഓരോ പാഠഭാഗത്തിലും ഗ്രാമർ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. അപ്പം എന്ത് ചെയ്യുക? എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.